പ്രിയൻചേട്ടാ, നമ്മൾ ചെയ്യുന്നത് വലിയ തെറ്റാ പാറു. കൈലാഷ് സാറിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നുക. ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. എന്താ പ്രിയൻചേട്ടാ ഈ പറയുന്നത്? ഞാൻ ഗന്ധർവനായിട്ട് നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതുകൊണ്ടാ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. ഞാൻ കാരണമല്ലേ നീയും കൈലാഷ് സാറും ഇത്രയും ബുദ്ധിമുട്ടുന്നത്. ഞാൻ നേരിട്ട് നിന്നോട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ചേനെ. ഇനി അഥവാ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും നമ്മൾ അവരവരുടെ വഴിയിൽ ജീവിച്ചു പോയേനെ. ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാര്യമായിട്ട് ഒന്നിനും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ നിന്നെ കണ്ടപ്പോ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിപ്പോയി. ഞാൻ ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാ ഈ ഗന്ധർവൻ. ഇപ്പൊ ഗന്ധർവൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് കണ്ടില്ലേ? കൈലാഷ് സാറിനെ പോലൊരു നല്ല മനുഷ്യൻ കൊട്ടാരം പോലൊരു വീട് വിട്ട് ഒരു ലോക്കൽ ലോഡ്ജിൽ കൂലിപ്പണിക്കാരുടെ കൂടെ താമസിച്ച് കഷ്ടപ്പെടുക. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പേടിച്ചിട്ടാ ഞാൻ നാട് വിട്ട് ബംഗ്ലാദേശിലേക്ക് പോകാൻ ഒരുങ്ങിയത്. പക്ഷെ നീ എന്നെ തടഞ്ഞു. ഇപ്പോഴും വൈകിട്ടില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. ഞാൻ പോയാ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. പ്രിയൻചേട്ടൻ എന്താ കൈലാഷ് സാറിനെ പോലെ ഒന്നും മനസ്സിലാക്കാതെ സംസാരിക്കുന്നേ? ഗന്ധർവനായി പ്രിയൻചേട്ടൻ എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ തകർന്നു പോയേനെ. ഞാൻ ഒറ്റയ്ക്ക് ഈ നഗരത്തിലേക്ക് വന്നപ്പോ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ശരിക്കും ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ എന്റെ ആവശ്യങ്ങൾ എന്താന്ന് മനസ്സിലാക്കി എന്റെ കൂടെ നിന്നത് ഗന്ധർവന. എന്റെ ഏറ്റവും വലിയ ധൈര്യമായി ഗന്ധർവൻ മാറി. ഞാൻ പോലും അറിയാതെ ഗന്ധർവനോട് എനിക്കിഷ്ടം തോന്നിയത് അതുകൊണ്ടാ. നമ്മുടെ ഈ ഇഷ്ടം കൊണ്ടാ എല്ലാവരുടെയും മനസ്സമാധാനം തകർന്നത്. ഞാൻ നിന്നെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. എന്താ പറഞ്ഞ? നമ്മൾ ഇഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു എന്ന്. നീ എന്തിനാ എന്നെ തേടി ബസ് സ്റ്റാൻഡിലേക്ക് വന്നത്? നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെയൊക്കെ വിട്ട് ദൂരത്തേക്ക് പോയേനെ. നമ്മൾ ഒരുമിച്ചത് തെറ്റായി പോയിന്നാണോ പ്രിയൻചേട്ടൻ പറയുന്നത്? അതെ. ബാക്കിയുള്ളവർക്ക് വേണ്ടി എത്ര ബുദ്ധിമുട്ടാനും എനിക്ക് മടിയില്ല പാറു. പക്ഷെ ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം ബുദ്ധിമുട്ടുന്നത് ഞാൻ കാരണോ? എന്റെ ഇഷ്ടം കാരണോ? ഇങ്ങനെ കരയില്ല പ്രിയൻചേട്ട. ഈ അവസ്ഥ മാറും. കൈലാഷ് സാർ നമ്മുടെ ഇഷ്ടത്തെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും. ഇല്ല പാറു, കൈലാഷ് സാറിന് നിന്നോടുള്ള സ്നേഹം വളരെ ആഴത്തിലുള്ളതാ. അദ്ദേഹത്തിന് സത്യം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ. നീ എന്നെ വിട്ടു പോണം. അതെ, നീ എന്നെ മറക്കണം. അതല്ലാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവുമില്ല. ഞാൻ നിന്റെ മനസ്സിലുള്ളതാ എല്ലാ പ്രശ്നത്തിനും കാരണം. ഞാനില്ലെങ്കിൽ പ്രശ്നങ്ങളുമില്ല. പ്രിയൻചേട്ട, കാറ്റിൽ കുഴിയും